നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തശ്ശി തിരിച്ചു പോയാലും തറവാട് നോക്കി നടത്തണമെന്ന് പറയാനായിരിക്കും അച്ഛനെ വിളിപ്പിച്ച്. ആദ്യം തറവാടിനുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം. വച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാ. അതൊക്കെ മുടങ്ങിയ സ്ഥിതിക്ക് ദോഷം ഉണ്ടാവാതിരിക്കില്ല. ആത്മാക്കളൊക്കെ മുഷിഞ്ഞു കാണും. അതിനൊക്കെ പരിഹാരക്രിയകൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാവും മുത്തശ്ശി അമ്മാവനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, കല്യാശ്ശേരി തറവാടിൽ നിന്ന് ലക്ഷ്മി പടിയിറങ്ങിയതോടെ അവിടുത്തെ നാശം തുടങ്ങിയെന്ന് മുത്തശ്ശി നമ്മളോട് പറഞ്ഞിരുന്നതല്ലേ. ആ ലക്ഷ്മിയുടെ മക്കളായ നമ്മള് അവിടെ കാല് കുത്തിയതോടെ കല്യാശ്ശേരി തറവാടിന് ശാപമോക്ഷം കിട്ടിയെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടാവും. മുത്തശ്ശി ആ തറവാട് നമുക്ക് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് കോടികൾ വിലമതിക്കുന്ന സ്വത്തല്ലേ. അത് വിറ്റ നമ്മളെല്ലാവരും സേഫ് ആവും. കിട്ടുന്നതിന് മുമ്പ് വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കല്ലേ ദയേ. ആ വീട് പഴയ പ്രൗഢിയോടെ നിലനിർത്തി നമുക്കെല്ലാവർക്കും അവിടെ പോയി താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് താമസിച്ചു പഠിക്കാൻ ഹോസ്റ്റലിന്റെ ആവശ്യമില്ല. കല്യാശ്ശേരി തറവാട്ടിൽ നിന്ന് കോളേജിലേക്ക് ഡെയിലി പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. ഇനി അച്ഛൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവോ നിന്റെ ഹോസ്റ്റലിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുക്കാത്തത്? അമ്മാവൻ അങ്ങനൊന്നും ചിന്തിക്കില്ല. മാത്രമല്ല മുത്തശ്ശി പെട്ടെന്ന് വിളിച്ച് പറഞ്ഞല്ലേ അങ്ങോട്ട് ചെല്ലാൻ. അച്ഛൻ തറവാടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്റെ കോളേജ് പോക്ക് വീണ്ടും മുടങ്ങും രഘുവേട്ടാ. ഒന്നും മുടങ്ങില്ല. അമ്മാവൻ ചില കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് കോളേജിൽ പോകേണ്ട ദിവസം അമ്മാവന് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി വിടും. പോരെ? എനിക്കത് മതി. ഇനി ആരും കൂടെ വന്നില്ലെങ്കിലും എന്നെ പോകാൻ സമ്മതിച്ചാ മതി. ഞാൻ തനിച്ചു പോയിക്കോളാം. ആമ്പിളി, നീ പെട്ടെന്ന് റെഡിയാവ്. നമുക്കൊരിടം വരെ പോണം. മോളെ എടുത്തോ. ശരി. രണ്ടുപേരും എങ്ങോട്ടാ രഘുവേട്ടാ? കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അമ്മാവനെ ഏൽപ്പിച്ചതാ. വന്നിട്ട് പറയാം. ഇന്ദ്രേട്ടൻ എന്താ കടന്ന് വേഗം വന്നത്? അമ്മ പോയതറിഞ്ഞു വന്നതാണോ? അമ്മ എവിടെ പോയി? ഞാൻ അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. അപ്പൊ അമ്മ ഗുരുവായൂരിൽ പോകുന്ന കാര്യം ഇന്ദ്രേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. പെട്ടെന്ന് ബോധോദയം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയതാണോ അമ്മ? ഭാനുമോ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയതേട്ടാ. അവര് പോകുന്ന വണ്ടിയില് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഗുരുവായൂരിൽ പോകാൻ കിട്ടുന്ന ചാൻസ് അമ്മ കളയില്ലല്ലോ, അങ്ങനെ പോയതാ. ഒരു വാക്ക് നിനക്കെങ്കിലും എന്നെ വിളിച്ച് പറയാറുന്നില്ലേ? എനിക്ക് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യേട്ടാ? ഏട്ടൻ രാവിലെ പോകുമ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. സമാധാനത്തിൽ പറയാന്ന് വിചാരിച്ചാ. അല്ല, അമ്മ എപ്പോഴാ വരുന്നത്? ഇന്ന് പോയതല്ലേ ഉള്ളൂ, നാളെ രാത്രിയാകുമ്പോഴത്തേക്ക് എത്തിയേക്കും. സച്ചി സാറിന് നാളെയും മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഏട്ടാ പ്രശ്നം? സച്ചി സാറിനെതിരെ അമ്മ വീണ്ടും എന്തെങ്കിലും ചെയ്തോ? ഏയ്, അതൊന്നും അല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോഴേക്കും അമ്മയുടെ ഇല്ലാതായിപ്പോയി. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഏട്ടനമ്മയെ ഫോണിൽ വിളിച്ചു പറഞ്ഞൂടെ? ഇത് ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യമല്ല സോനെ. അമ്മയും കൂടി ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അമ്മയുടെ സമ്മതം കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാനും പറ്റും. ഏട്ട കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞാൻ അറിയാൻ പറ്റാത്ത കാര്യം വല്ലതാണോ? നീ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല. നമ്മുടെ സത്യനെ കൊണ്ട് സച്ചി സാറിന്റെ മകള് ഇന്ദുവിനെ കല്യാണം കഴിപ്പിക്കാൻ അമ്മ തയ്യാറാവുമെന്നാണ് അറിയേണ്ടത്. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇന്ദുവിനെ സത്യേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ
സച്ചിസാറും ഫാമിലിയും തയ്യാറാണോ? അതേ സോനെ, അങ്ങനെ ഒരു ആലോചന വന്ന കാര്യം ഇന്നലെ രാത്രി മുതൽ ഞാൻ അമ്മയോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അമ്മ സത്യനെ കൊണ്ട് പ്രതിഭയെ കല്യാണം കഴിപ്പിക്കാമെന്ന് സുധനങ്ങളുടെ വാക്ക് കൊടുത്തും തോന്നുന്നു. അയ്യോ, അതും അതിനിടയിൽ നടന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്ദുവിന്റെ കല്യാണം മുടങ്ങാൻ കാരണം അമ്മ, അതും നമ്മുടെ സത്യന്റെ പേരിൽ. അപ്പൊ പിന്നെ സത്യനെ കൊണ്ട് ഇന്ദുവിനെ കല്യാണം കഴിപ്പിച്ച അത് നമ്മുടെ അമ്മ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം കൂടിയാവും. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആലോചന വന്നെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ നടക്കണം ഏട്ടാ. പക്ഷേ അമ്മ സമ്മതിക്കണ്ടേ സോനെ? അമ്മ സമ്മതിച്ചില്ലെങ്കിലും സത്യേട്ടന്റെ ഇന്ദുവിന്റെ കല്യാണം നടക്കും ഏട്ടാ. അതിന് സത്യേട്ടൻ തയ്യാറായ മാത്രം മതി. സത്യനോട് അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചത്. നമ്മളൊക്കെ പറഞ്ഞ സത്യൻ ആ ആവശ്യം തള്ളിക്കളയും. അമ്മ പറഞ്ഞ സത്യേട്ടൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. നീ എന്താ പറയുന്നതെന്ന് തെളിച്ചു പറ. സത്യേട്ടനോട് ഈ കാര്യം അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. അയാള് പറഞ്ഞ സത്യേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കും. ആരത്? അനുവേടത്തി. എത്രയും വേഗം എടുത്തിയെ കൊണ്ട് ഈ കാര്യം സത്യേട്ടനോട് പറയിപ്പിക്കണം ഏട്ടാ. അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ ഏട്ടത്തെ ഇങ്ങോട്ട് വരുത്തി സത്യേട്ടനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അമ്മ അതിനുശേഷം അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ? മതി ഏട്ടാ. സത്യേട്ട സമ്മതിച്ച കല്യാണം ഉറച്ചു. അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. ചായ കുടിക്കും. എന്റെ കല്യാണം മുടങ്ങിയ കാര്യം സത്യേട്ടൻ അറിഞ്ഞല്ലോ അല്ലേ? ആ, പയ്യന്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് കല്യാണം മാറ്റിവെച്ചതല്ലേ? അന്ന് മാറ്റിവെക്കായിരുന്നു. പിന്നീട് അവരെന്റെ ജാതകദോഷം കൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്നും പറഞ്ഞ് ആ കല്യാണമേ വേണ്ടെന്ന് വെച്ചു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. അച്ഛൻ സത്യേട്ടന്റെ അമ്മയെ അറിയിച്ചായിരുന്നു. അമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, അമ്മയും ഞാനും തമ്മിൽ പഴയതുപോലെ അധികം സംസാരമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പറയാത്തത്. അല്ല, എന്തായി ആലോചിക്കുന്നേ? താൻ വേറെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? അത് പിന്നെ ഈ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് വീണ്ടും എന്തെങ്കിലും ജോലിക്ക് പോയാലോന്ന ആലോചന ഉണ്ടല്ലേ? അല്ല, അത് നല്ലതാ. വീട്ടിൽ ചുമ്മാ ഇരുന്നാലേ ഓരോന്ന് ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാവും. ഇനി ഏതായാലും ആ പെട്രോൾ പമ്പിലെ ജോലി വേണ്ട. പ്രതിഭയ്ക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കാം. സുശീലാന്റെ അച്ഛന് കൊടുത്ത വാക്കിനെ കുറിച്ച് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ചോദിക്കാം. ഒരു വാക്ക് ചോദിക്കാത്തതിന്റെ പേരില് ഒന്നും നഷ്ടപ്പെടരുത്. ഹലോ, താൻ വീണ്ടും എന്തോ ആലോചനയിലാണല്ലോ. എന്തു പറ്റി? എടോ, ഒരു കല്യാണം മുടങ്ങി പോകുന്നതൊക്കെ സാധാരണ അല്ലടോ. തനിക്ക് വിധിച്ചതല്ല, അതൊന്ന് കൂട്ടിയാ മതി. മതി. സത്യേട്ടന്റെ വായിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ കാത്തു നിന്നത്. ഇനി ഞാൻ നഷ്ടപ്പെട്ടതെന്ന് ഓർത്ത് വിഷമിക്കില്ല സത്യേട്ട. വെരി ഗുഡ്. പിന്നെ താൻ വിഷമിച്ച തന്റെ വീട്ടുകാരെ വിഷമിക്കും. അവരെ ആശ്വസിപ്പിക്കേണ്ടത് ഇനി തന്റെ ഉത്തരവാദിത്വമാണ്. എന്തായാലും തന്റെ ജോലിക്കാരൻ ഞാൻ പെട്ടെന്ന് തന്നെ അന്വേഷിച്ചിട്ട് അറിയിക്കാം. ധൃതിയില്ല സത്യേട്ട. അതൊക്കെ സത്യേട്ടൻ ആലോചിച്ച് ചെയ്താൽ മതി. സത്യേട്ടന്റെ അമ്മയ്ക്ക് ചിലപ്പോ ഞാൻ ജോലിക്ക് പോകുന്ന ഇഷ്ടാവില്ല. അമ്മ അങ്ങനെ പലതും പറയും. അതൊന്നും പ്രതിഭ കാര്യമാക്കണ്ട. പിന്നെ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹമുള്ളവര് എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? നമ്മളെല്ലാം നോക്കട്ടെ സത്യേട്ട. എന്തായാലും എനിക്ക് വേണ്ടി ജോലി നോക്കുന്നത് അമ്മയോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് മതി.